ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. ചിക്കൻ കറി ഇല്ലാത്ത എന്ത് സൺഡേ അല്ലേ. അപ്പം ഞാൻ എന്താ ചിക്കൻ മേടിക്കാനായിട്ട് ഉച്ചയൊന്നും ഇല്ലാത്ത ഭയങ്കര വെയിലാണ് കേട്ടോ. ഞാൻ എന്താ ചിക്കനും മേടിച്ച് വീട്ടിലെത്തി വൃത്തിയാക്കണം. ചിക്കനും മീനും മേടിച്ച വീട്ടിൽ ഞാൻ തന്നെ വൃത്തിയാക്കണം. അത് അമ്മയ്ക്ക് എന്തോ ഭയങ്കര നിർബന്ധമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ചിക്കനും മണ്ണടിച്ച് ഇതാ കുറേ പൂച്ചക്കുട്ടന്മാരുണ്ട് കേട്ടോ വീട്ടിൽ. അങ്ങനെ ഇതാ ചിക്കന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ്. ഒരു സൈഡിൽ കൂടെ അമ്മ മരിച്ചിന് ഇളക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സൈഡിൽ കൂടെ ചിക്കൻ കറി വെക്കാൻ ഞാൻ ചിക്കനൊക്കെ വൃത്തിയാക്കി എടുത്തതാ. ഞാനിന്ന് വറുത്ത് ആണ് കേട്ടോ ചിക്കൻ വയ്ക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നത് ചിക്കൻ വറുത്ത് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണെന്ന്. അങ്ങനെ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് പകുതി ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രേൻ്റെ ആവശ്യം തന്നെ ധാരാളമാണ്. അങ്ങനെ ചിക്കൻ എടുത്ത് ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ചിക്കൻ കറി വെക്കുന്നത്. ഗൈസ്, ഞാനാണ് ചിക്കൻ കറി വെക്കുന്നത്. ഇതിൽ എൻ്റേതായിട്ടുള്ള ഓൺ റെസിപ്പിയാണ്. നിങ്ങൾ ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ. അപ്പോൾ ആ എണ്ണ എടുത്തെണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള, നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായ സവാള ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു സൈഡിൽ കൂടെ അമ്മ വേറൊരു കറിയും കൂടെ, വേറെ എന്താ ഇത്, ചീരത്തോരൻ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻ്റെ ചിക്കൻ കറിക്കുള്ള ഉള്ളി ഒരു സൈഡിൽ കൂടെ നന്നായിട്ട് വഴണ്ടിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് പൊടികൾ എന്തൊക്കെയാണുള്ളത് അതെല്ലാം ഞാൻ വാരി വലിച്ചിടുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ പൗഡറും കൂടെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ചിക്കൻ്റെ അതെല്ലാം പൊടികളുടെ പച്ചമണമൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വറുത്തരച്ച് വെച്ച് ചിക്കൻ, അതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ചിക്കൻ വറുത്തെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നോ ഞാൻ മാർജിൻ ഫ്രീ പോയപ്പോൾ മേടിച്ച് വെച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വേണ്ടിയുള്ള. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ട് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.